നിന്നും ശബരിമലയെ രക്ഷിക്കുക ശബരിമല അയ്യപ്പ സേവാ സമാജത്തിന്റെ നേതൃത്വത്തിൽ ഈ മാസം 30-ന് വടകര താലൂക്ക് ഓഫീസിലേക്ക് നാമജപയാത്ര സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ശബരിമലയെ കൊള്ളക്കാരുടെ കൈകളിൽ നിന്നും രക്ഷപ്പെടുത്തുക, ശബരിമല അയ്യപ്പനെ കച്ചവട ചരക്കാക്കി മാറ്റരുത്, ദേവസ്വം ബോർഡുകൾ പിരിച്ചുവിടുക, ഭഗവാന്റെ സ്വത്തുക്കൾ നഷ്ടപ്പെട്ടത് കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കുക ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നാമജപയാത്ര നടത്തുന്നത്. ശബരിമലയിലെ എല്ലാ അഴിമതികളും കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നും ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. രാവിലെ 10:30-ന് തിരുഗണപതി ക്ഷേത്രത്തിനടുത്ത് നിന്ന് ആരംഭിക്കുന്ന നാമജപയാത്ര ശബരിമല അയ്യപ്പ സേവാ സമാജം മുൻ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി രാജൻ ജി ഈറോഡ് ഉദ്ഘാടനം ചെയ്യും. പിന്നീട് തഹസിൽദാർക്ക് നിവേദനം നൽകും. വാർത്താ സമ്മേളനത്തിൽ അയ്യപ്പ സേവാ സമാജം ജില്ലാ പ്രസിഡന്റ് വിജയബാബു, താലൂക്ക് പ്രസിഡന്റ് PK കുമാരൻ ഗുരുസ്വാമി, സെക്രട്ടറി പവിത്രൻ ചോമ്പാല, ഹിന്ദു ഐക്യവേദി താലൂക്ക് വൈസ് പ്രസിഡന്റ് KV ഗോപാലകൃഷ്ണൻ, ജയേഷ് വടകര എന്നിവർ പങ്കെടുത്തു. കാരണം നമ്മളെല്ലാവരും പത്രദൃശ്യമാധ്യമങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ശബരിമല സന്നിധാനത്തുള്ള സ്വർണ്ണമോഷണത്തോടു കൂടിയാണ് പരമ്പരകൾ ആരംഭിക്കുന്നത്. എല്ലാ വിഭാഗത്തിലുള്ള, അതായത് ദേവസ്വം ബോർഡുകൾ ഭരിക്കുന്ന എല്ലാ ക്ഷേത്രങ്ങളിലും ഒന്നിടവിട്ട ക്ഷേത്രങ്ങളിലൊക്കെ ദിനംപ്രതി ഓരോ സാധനങ്ങളും ഇങ്ങനെ നഷ്ടപ്പെട്ട വസ്തുതകളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ ഞങ്ങളെയൊക്കെ വേദനിപ്പിക്കുന്നത് ശബരിമല സന്നിധാനത്ത് ഈയിടെ 2018 മുതൽ ആരംഭിച്ച ഈ കള്ളത്തരങ്ങൾ അല്ലെങ്കിൽ കൊള്ളക്കാരുടെ ഒരു പ്രത്യേക സംഘമുണ്ടാക്കി ദേവൻ്റെ വസ്തുവകളൊക്കെ തട്ടിപ്പറിച്ച് കൊണ്ടുപോകുന്നത്. വളരെ വേദനയോടുകൂടിയാണ് നമ്മുടെ നാട്ടിൻ പുറത്ത് ഈ വടകര പ്രദേശം ഉൾപ്പെടെയുള്ള ഗുരുനാഥന്മാരുടെ ഗുരുനാഥനായിരുന്ന വടകര കുഞ്ഞിരാമക്കുറുപ്പ് ഗുരുസ്വാമി നമ്മളൊക്കെ ശീലിപ്പിച്ച് കൊണ്ടുവന്ന ആ ആരാധനാ സങ്കല്പങ്ങൾക്ക് മനസ്സുകൊണ്ട് വേദന ഉണ്ടാക്കുന്ന രൂപത്തിലാണ് ഇപ്പോൾ നമുക്ക് ശബരിമലയെപ്പറ്റി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ നാമജപയാത്ര താലൂക്ക് ഓഫീസിലേക്ക് പുറപ്പെടുകയും അത് യാതൊരുവിധ പ്രകമ്പനവും ഇല്ലാതെ കണ്ട് വെറും ശരണം വിളികളോടുകൂടി മാത്രം അയ്യപ്പ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് മാത്രം താലൂക്ക് ഓഫീസിലെത്തുക, നമ്മുടെ ആരാധ്യനായിരിക്കുന്ന ബഹുമാനപ്പെട്ട തഹസിൽദാർക്ക് ഒരു നിവേദനം കൊടുക്കുക. ആ നിവേദനത്തിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കിപ്പോൾ വിതരണം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഈ നഷ്ടപ്പെട്ടു പോയ വസ്തുവകളൊക്കെ തിരിച്ചു കിട്ടുന്നത് മാത്രമല്ല, ഇനിയെങ്കിലും ഇതുപോലുള്ള കള്ളത്തരങ്ങൾ, വെട്ടിപ്പുകൾ, തട്ടിപ്പുകൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ അയ്യപ്പ സ്വാമി മനുഷ്യരൂപമെടുത്ത് 12 വർഷക്കാലം വളർന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഈ ശബരിമല സന്നിധാനം, പന്തളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കേരളത്തിൽ ഇന്ന് രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഭക്തജനങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ശബരിമലയിലേക്ക്. ഓരോ വർഷവും നമ്മുടെ ഗവൺമെൻറ്റിന് കിട്ടുന്ന വരുമാനങ്ങൾ എത്രയാണ് ഞങ്ങൾ പറയാതെ കണ്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഈ വരുമാനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് തന്നെ അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ടിയുള്ള യാതൊരുവിധ സൗകര്യങ്ങളും അതിൻ്റെ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താതെ കണ്ട് പഴയ ചിട്ടയിലേക്ക് തന്നെ പോവുകയും അവിടെ ഒരു ബോംബെ പട്ടണം പോലുള്ള വലിയൊരു ബിൽഡിംഗ് സൗധമാക്കി മാറ്റുകയും ഈ സങ്കേതത്തിൽ വെച്ച് അയ്യപ്പ ഭഗവാന്റെ ഈ സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ 1600 ചില്ലാനം ക്യാമറകളാണ് പമ്പയിൽ നിന്ന് സന്നിധാനം വരെ വർക്ക് ചെയ്യുന്നത്. സന്നിധാനത്ത് മാത്രം ഏകദേശം 1000-ഓളം ക്യാമറകളുണ്ട്. അവിടെ നിന്ന് ഇതാരും കാണാതെ കണ്ട് കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായിരിക്കുന്ന സ്വാമിമാർക്ക് വളരെയധികം വേദന ഉണ്ടാക്കുന്നതാണ്. അതിൽ പ്രതിഷേധിച്ചും കൊണ്ടാണ് ഈ നാമജപയാത്ര നടത്തുന്നത്. ഹൈന്ദവ വിശ്വാസികളുടെ ഹൃദയത്തിൽ മുറിവേൽപ്പിച്ചുകൊണ്ടുള്ള ഒരു കാര്യമാണ് ശബരിമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഈയിടെയായിട്ട് നടന്നിട്ടുള്ളത്. ആ നടന്ന കേരളത്തിലെ ഏറ്റവും വലിയ കളവ് അത് കണ്ടെത്തിയിരിക്കുന്നത് ഇവിടുത്തെ കോടതിയാണ്. ആ കോടതി കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇതിൻ്റെ അന്വേഷണങ്ങൾ ഇപ്പം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഭക്തജനങ്ങൾ വന്ന് തൊഴുത് നിന്ന് ഭഗവാനെ ഒരു നോക്ക് കണ്ട് മടങ്ങിപ്പോകുമ്പോൾ തൻ്റെ കയ്യിലുള്ള കാണിക്കകളിൽ അർപ്പിച്ച് ഭഗവാനെ ധ്യാനിച്ച് സ്മരിച്ചുകൊണ്ട് തിരിച്ചു പോകുന്ന ഒരു സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട്, എന്തൊക്കെ കാണുന്നു എന്നുള്ളതൊന്നും ചിന്തിക്കാറില്ല. ആ ഒരു അവസ്ഥ മനസ്സിലാക്കിയിരിക്കുന്ന കള്ളന്മാർ അവിടെയുള്ള സ്വർണം മുഴുവൻ എടുത്തു മാറ്റി അത് വെറും ഒരു തിരൂർ പൊന്ന് പോലെ പോളിഷ് ചെയ്ത് അവിടെ വെച്ചിരിക്കുകയാണ്. ഒരു അവതാരം ഒരു പൊന്നുണ്ണിയെ വളർത്തി ആ ഉണ്ണിക്ക് വേണ്ടതെല്ലാം കൊടുത്ത്
ആ ഉണ്ണിയെ ഇടനിലക്കാരനായി നിർത്തി ഭഗവാന്റെ മുതലുകളെല്ലാം കട്ടുകൊണ്ടുപോയി. അപ്പം അത് വലിയ ഒരു സങ്കടത്തിലാണ് ആക്കിയിട്ടുള്ളത്.